എല്ലാവർക്കും നമസ്കാരം. മെൽറ്റിംഗ് മൊമെൻറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇതെന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവാം. മറ്റൊന്നുമല്ല, ഇത് സ്വീറ്റ് പൊട്ടറ്റോയാണ്, അതായത് മധുരക്കിഴങ്ങ്. വളരെയധികം ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു ട്യൂബറസ് റൂട്ടാണ് സ്വീറ്റ് പൊട്ടറ്റോ. ഇതിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ധാരാളമുണ്ട്. അതുകൂടാതെ മിനറൽസും ഫൈബറും ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട്. ഈ സ്വീറ്റ് പൊട്ടറ്റോ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിലുള്ള മണ്ണിൻ്റെ അംശമെല്ലാം നന്നായിട്ട് പോകുന്ന രീതിയിൽ കഴുകി വൃത്തിയാക്കി വെക്കുക. അതായത് ഇപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോയാണ്. കഴുകി വൃത്തിയാക്കിയ സ്വീറ്റ് പൊട്ടറ്റോ ഏകദേശം 1/2 ഇഞ്ച് കനത്തിൽ ഇതേപോലെ മുറിച്ചെടുക്കുക. ഇനി ഒരു കുക്കറിൽ അല്പം വെള്ളം എടുത്ത് നമുക്കിതിനെ ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം. സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ സാധാരണ ഈ സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്യാറുള്ളത് കുക്കറിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്ലേറ്റ് കമഴ്ത്തി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ സ്വീറ്റ് പൊട്ടറ്റോ, ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ ഇതുപോലെ അടുക്കി അങ്ങ് വെച്ചിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 സ്റ്റീം മതിയാകും ഇത് വെന്ത് കിട്ടാനായിട്ട്. അടുപ്പിച്ചുള്ള 3 സ്റ്റീമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യത്തെ സ്റ്റീം പോയി കഴിഞ്ഞാൽ അതിനെ സിമ്മറിലേക്ക് ഇടാറില്ല. അടുത്ത 2 സ്റ്റീമിന് കൂടെ വെയിറ്റ് ചെയ്ത് അതിനുശേഷം അത് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കും. ഓരോ കുക്കറിനും കുക്കിംഗ് ടൈം ചിലപ്പോൾ വേരി ചെയ്തെന്നിരിക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഹോക്കിങ്സ് ആണ്. സ്വീറ്റ് പൊട്ടറ്റോ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സ്കിന്ന് പീൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കഴിക്കാൻ റെഡി ആയിട്ടുള്ള കണ്ടീഷനിൽ തന്നെയാണ്. ഇതിൻ്റെ സ്കിൻ മാറ്റിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഒരു അഡീഷണൽ സ്റ്റെപ്പ് കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് അല്പം ഒലിവ് ഓയിൽ, ഒരു 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചോപ്പ് ചെയ്തിരിക്കുന്ന മല്ലിയില, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന മല്ലിയിലയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 അല്ലെങ്കിൽ 2 തണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതാണ് നമ്മൾ ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. വേവിച്ച് സ്കിന്നൊക്കെ പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ 2 സൈഡിലും ഇതേപോലെ ഒരു ബ്രഷ് കൊണ്ട് നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ചൂടാക്കി വെച്ചിരിക്കുന്ന ഒരു തവയിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോ പീസിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇതിനെ ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഓരോ പീസും എടുത്ത് അതിലിങ്ങനെ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പാനിൽ ഏകദേശം 8 പീസോളം ഞാനിപ്പോൾ അത് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സൈഡ് ഏകദേശം ഒന്ന് ടോസ്റ്റായി കഴിയുമ്പോൾ അതിനെ ഒന്ന് നമുക്ക് മറിച്ചിട്ട് മറുവശം റെഡിയാവാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആവുന്നത് വരെ അതിനെ ടോസ്റ്റ് ചെയ്താൽ മതിയാകും. ഓരോന്നും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഈ സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് വേണമെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഡിന്നർ മീലായിട്ടും കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ സൈഡായിട്ട് സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ഉള്ളിച്ചമ്മന്തി അല്ലെങ്കിൽ ഗോക്കോമോൾ. ഗോക്കോമോൾ എന്ന് പറഞ്ഞാൽ അവക്കാഡോ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിപ്പാണ്. ഇന്നിവിടെ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഉള്ളിച്ചമ്മന്തിയാണ്, നമ്മുടെ നാടൻ ഉള്ളിച്ചമ്മന്തി. പോഷകസമൃദ്ധമായ ഈ ബോയിൽഡ് സ്വീറ്റ് പൊട്ടറ്റോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു ഫേവറേറ്റ് റെസിപ്പിയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.